ജനം ഇംപാക്റ്റിലെ ഒരു വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. വീടുകളിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന ഫ്ലൂയിഡ് ബാഗുകൾ രോഗികൾക്ക് ലഭിക്കാത്ത വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനം TV മുൻപ് വാർത്ത കൊണ്ടുവന്നിരുന്നു. ജനം ഇംപാക്ട് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ജനം TV വാർത്ത ഫലം കണ്ടു. എന്ത് നടപടികളാണ് തുടർന്ന് സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നത്? ഗുഡ് മോർണിംഗ് രോഹിണി. ആദ്യം തന്നെ പറയട്ടെ, ജനം TV വാർത്തയുടെ ഒരു ഇമ്പാക്റ്റിന്റെ മേലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വീടുകളിൽ, അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന സർക്കാർ സഹായത്തോടെ ചെയ്യുന്ന 530 പേരാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ മാത്രം 163 ആളുകളുണ്ട്. എന്നാൽ ഈ ഫ്ലൂയിഡ് ബാഗുകൾ ലഭ്യമാകാത്ത ദുരവസ്ഥ ജനം TVയിലൂടെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിനോടാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഫ്ലൂയിഡ് ബാഗുകൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് സ്വകാര്യ ലാബുകളിൽ നിന്നും പണം അമിത തുക ഈടാക്കി ഫ്ലൂയിഡ് ബാഗുകൾ വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് രോഗികൾ. ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ രോഗികൾക്ക് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, നിരവധി രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ ചികിത്സ സാധ്യമാകാത്ത ഒരു ദുരവസ്ഥയിലും എത്തിയിരുന്നു. ഈ അവസ്ഥയൊക്കെ തന്നെയും ജനം TV വാർത്തയിലൂടെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ നിരവധി പ്രശ്നങ്ങൾ, അതായത് മരുന്ന് ലഭ്യത കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ ജനം TV തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് ബാഗുകളുടെ ദുരവസ്ഥയും റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ട് ഫലം കണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ആണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുവാനാണ് ആരോഗ്യ വകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ വ്യക്തമായും എടുത്തു പറയേണ്ടത്, കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും വെച്ച് നോക്കുമ്പോൾ 163 രോഗികൾ ഇത്തരത്തിൽ ഫ്ലൂയിഡ് ബാഗുകൾ ലഭ്യമാകാതെ ദുരിതത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമിത വില ഈടാക്കി പുറത്തുനിന്ന് സ്വകാര്യ ലാബുകളിൽ നിന്നും ബാഗുകൾ വാങ്ങി തുടർ ചികിത്സ നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇവർ നേരിട്ടിരുന്നത്. ഈ സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. രോഹിണി, ദിസ്ന, അതോടൊപ്പം അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലൂയിഡ് ബാഗുകളുടെ ലഭ്യത രോഗികൾക്ക് ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇത് ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസകരമാകുന്ന വാർത്ത തന്നെയാണ്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നമംഗലത്ത് ഒരു 15 വയസ്സുകാരിയുടെ ഒരു ദുരിത ജീവിതം ഈ ഫ്ലൂയിഡ് ബാഗുമായി ബന്ധപ്പെട്ട് ഇത് ലഭ്യമാകാത്തതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നിരവധി തവണ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഫ്ലൂയിഡ് ബാഗുകൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നത്. ഈ ദുരിത സാഹചര്യത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ആരോഗ്യ വകുപ്പിനോട് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഡയാലിസിസ് രോഗികൾക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇത്തരത്തിൽ സ്വകാര്യ ലാബുകളിൽ നിന്നും അമിത പണം, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പലവിധ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവർ പറയുമ്പോഴും പല മെഡിക്കൽ ലാബുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ പ്രകാരം വില കുറച്ചു മരുന്നുകൾ ലഭ്യമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് എങ്കിലും അവയൊന്നും ശാശ്വതമായ ആളുകളിൽ, അതായത് ഇത് പ്രയോജനപ്പെടേണ്ട ആളുകളിൽ എത്തുന്നില്ല എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ ഡയാലിസിസ് രോഗികളുടെ അടക്കമുള്ള ഫ്ലൂയിഡ് ബാഗുകളുടെ ലഭ്യത കുറവുണ്ടാകുന്നത്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാഗുകളുടെ ലഭ്യത കുറവ് മൂലം രോഗികളുടെ ചികിത്സ തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എത്രമാത്രം ഒരു ദുരവസ്ഥയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ രോഗികളുടെ ചികിത്സയെ തന്നെ ബാധിക്കുന്നു. അതായത് സ്വകാര്യ
ലാബുകളിൽ നിന്നും അമിതമായ വില ഈടാക്കി വാങ്ങുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും ജനം TV വാർത്തയെ തുടർന്ന് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുവാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. രോഹിണി, അതോടൊപ്പം ഇത്തരത്തിൽ ഈ ഫ്ലൂയിഡ് ബാഗുകൾ അമിത വിലയ്ക്ക് സ്വകാര്യ ലാബുകളിൽ നിന്ന് വാങ്ങാൻ നിർബന്ധിതരാകേണ്ടി വന്നിട്ടുണ്ട് പല രോഗികൾക്കും. എന്തായാലും ഈ അന്വേഷണത്തോടുകൂടി അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ബാഗുകളുടെ ലഭ്യത കൃത്യമായി തന്നെ ഈ രോഗികളുടെ കൈകളിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് കരുതാമോ? തീർച്ചയായും സംസ്ഥാനത്തൊട്ടാകെ 533 രോഗികൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാഗുകൾ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മാത്രം 163 രോഗികൾക്കാണ് ഇത്തരത്തിൽ ഫ്ലൂയിഡ് ബാഗുകൾ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഇടപെടൽ പ്രകാരം ഇനി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ സ്വകാര്യ ലാബുകളെ രോഗികൾക്ക് ആശ്രയിക്കേണ്ടതായി വരില്ല. സംസ്ഥാന സർക്കാർ കുറഞ്ഞ വിലയ്ക്കാണ് ഫ്ലൂയിഡ് ബാഗുകൾ രോഗികളിലേക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് എന്നാണ് ആക്കിയിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ അവ നടക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഈ ഉത്തരവിൽ പറയുന്നത് പോലെ തന്നെ ഇനി ഫ്ലൂയിഡ് ബാഗുകൾ ഡയാലിസിസ് രോഗികൾക്ക് ലഭ്യമാകുവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം കൊണ്ട് സാധിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പല മെഡിക്കൽ ഷോപ്പുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതികളിലൊക്കെ തന്നെയും ചിലപ്പോൾ മരുന്നുകളുടെ ലഭ്യത കുറവായിരിക്കും ഉണ്ടാവുന്നത്. മരുന്നുകളുടെ ക്ഷാമം ഉണ്ടാവും. അപ്പോൾ സ്വകാര്യ വ്യക്തികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ബീച്ച് ആശുപത്രിയൊക്കെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ വാർത്തകൾ നൽകിയതാണ്. പല മരുന്നുകളും പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ എഴുതി കൊടുത്താലും അവയൊക്കെ തന്നെയും പുറത്തുനിന്ന് സ്വകാര്യ ലാബുകളിൽ നിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ജനങ്ങളൊക്കെ തന്നെയും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഇത്തരത്തിലൊരു ഭരണ സംവിധാനം അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു സർക്കാർ ആശുപത്രികളിൽ എഴുതി തരുന്ന മരുന്നുകൾ ആശുപത്രികളിൽ നിന്നും ലഭ്യമാവാതെ പുറമെയുള്ള സ്വകാര്യ ലാബുകളിൽ നിന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നു. അതെന്തിനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ബീച്ച് ആശുപത്രിയിലെ അടക്കമുള്ള കാര്യങ്ങൾ പലതവണ ജനം TV വാർത്തയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഫ്ലൂയിഡ് ബാഗുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. സ്വകാര്യ ലാബുകളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഡയാലിസിസ് രോഗികൾക്ക് വരുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആരോഗ്യ വകുപ്പിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. രോഹിണി, ശരി ദിസ്ന, വീടുകളിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന ഫ്ലൂയിഡ് ബാഗുകൾ രോഗികൾക്ക് ലഭിക്കാത്ത വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനം TV മുൻപ് വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. ദിസ്ന സുരേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.